ഹലോ ഗായ്സ്, ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നുള്ളത്. ഇന്ന് നിങ്ങൾ കല്യാണ പർച്ചേസിങ്ങിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ ചെക്കന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അമ്മായി മോൾ വാങ്ങാനാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ അമ്മായി മോളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ നാട്ടിലെന്ന് വെച്ചാൽ തൃശ്ശൂരുണ്ട്. മോൾക്ക് അവിടെ നിന്ന് കുറേ ബോറടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് കേട്ടോ. അങ്ങനെ ഇയാളുടെ നിക്കാഹുണ്ട് കേട്ടോ. ഇക്കടെ കല്യാണത്തിന് തലേ ദിവസം പെങ്ങളുടെ നിക്കാഹും ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഒരു കേക്കൊക്കെ കഴിച്ചു. പിന്നെ നല്ലൊരു ഉഗ്രൻ കോഫിയും കിട്ടി കേട്ടോ. ഈ ജ്വല്ലറിയത്തെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു വെഡ്ഡിങ് സെറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അതൊക്കെ ട്രൈ ചെയ്ത് ഒരു 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അത് അവിടെ തിരികെ വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഇനി സാരി പർച്ചേസിങ്ങിനാണ് കേട്ടോ പോണത്. സാരി പർച്ചേസിങ്ങാണ് പോണത് ജയലക്ഷ്മിക്കാണ് കേട്ടോ. വേറൊരു തമാശ വെച്ചാൽ ജയലക്ഷ്മി 8 മണിക്ക് കിടക്കും കേട്ടോ. ഞങ്ങളിവിടെ എത്തുന്നത് 7:00ക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കളറ് ഞങ്ങൾ മനസ്സിൽ ഫിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ സാരി എടുക്കാൻ പോയത്. അങ്ങനെ നമ്മൾ കളറ് ഫിക്സ് ചെയ്ത് കാരണം നമുക്ക് വേഗം തന്നെ സാരി കിട്ടിയിട്ടോ. അപ്പോൾ സാരിയുടെ കളറൊന്നും ഞാൻ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല, കാരണം ബ്രൈഡിന് അറിയില്ല ഞങ്ങൾ ഏത് കളർ സാരി എടുത്തതെന്ന്. അപ്പോൾ ബ്രൈഡിനോട് പറയേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ സാരി എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ബ്രൈഡിനെയും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാരിയൊക്കെ ട്രൈ ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ സാരിയൊക്കെ ഫിക്സ് ചെയ്ത് നമ്മളത് ബില്ലിങ്ങിന് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇനി വാങ്ങാനുള്ളത് അണ്ടർ സ്കേർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വല്യമ്മക്കും മൂത്തുമ്മക്കൊക്കെ നമ്മൾ കല്യാണമൊക്കെ ഒരു സാരിയൊക്കെ കൊടുക്കില്ലേ പ്രായവർക്ക്, അത് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം എടുത്ത്, കാരണം കട ക്ലോസ് ചെയ്യാനായി, ഇനി വീണ്ടും ഇതിന് വേണ്ടി ഇറങ്ങണ്ടേ വെച്ചിട്ട് അതൊക്കെ വേഗം വേഗം തീർത്തിട്ടോ. അങ്ങനെ ഞങ്ങളായിരുന്നു കേട്ടോ അവിടുത്തെ ലാസ്റ്റ് കസ്റ്റമർ. കാരണം എന്താ പറയുക, ഞങ്ങൾ ഇറങ്ങണതും അവിടുത്തെ ലൈറ്റുകൾ, ആ ഭാഗത്തെ ലൈറ്റുകൾ മെല്ലെ മെല്ലെ ഒക്കെ ഓഫാക്കി തുടങ്ങി കേട്ടോ. അങ്ങനെ അവർ ബില്ല് ചെയ്യാൻ പോയി. ഞങ്ങൾ ടയേർഡായ കാരണം ഞങ്ങൾ സോഫയിലിരുന്നു കേട്ടോ. അങ്ങനെ സാരിക്ക് ബില്ലൊക്കെ അടിച്ച് ഇനി നേരെ പോണത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. കാരണം അത്രയും ടയേർഡായിട്ടുണ്ട് നമ്മൾ, കുറേ നേരമായില്ല ഇറങ്ങിയിട്ട്. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഭാരതി പോയിട്ട് ദോശ കഴിക്കണം, പക്ഷെ ഭാരതി ദോശ കഴിഞ്ഞു. അങ്ങനെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ പത്തൻസ് തന്നെ കേട്ടോ. തൃശ്ശൂർക്കാർക്ക് എന്തായാലും പത്തൻസ് അറിയേക്കും. അങ്ങനെ അവിടെ പോയിട്ട് ഞാനൊരു നെയ് റോസ്റ്റാണ് കേട്ടോ എടുത്തത്. കാരണം മസാല ദോശ ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെങ്കിൽ ഞാൻ മസാല ദോശ തന്നെ എടുക്കുള്ളൂ. അതൊക്കെ വേഗം കഴിച്ച് അവിടുന്ന് ഇനി നേരെ വീട്ടിലേക്ക്, കാരണം അത്രയും ടയേർഡാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.